അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒരു മത്തനുപ്പേരി തയ്യാറാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഒരു 100 കടലപ്പരിപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇതുപോലെ നമുക്ക് ഒരു പാനിലിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മത്തനൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു പീസ് മത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ആ മുകളിലത്തെ ആ ഒരു സംഭവം മാത്രം കളഞ്ഞാൽ മതി. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മത്തങ്ങ കഴിക്കുന്നതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞു മക്കളില്ലേ, ബേബീസിനൊക്കെ ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം തന്നെ ഉടച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞു മക്കൾക്കാണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഗുണം കേട്ടോ. കടലപ്പരിപ്പിലും അതേപോലെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം. മത്തൻ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കൂട്ടോ. ഒരു മധുരം, എരിവ് എല്ലാം ഒരു കലർന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇതുപോലെ അങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അത് ഇച്ചിരി പണിയുള്ളതാണ് കേട്ടോ. ക്ഷമയോടുകൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിവിടെ എല്ലാം ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പരിപ്പൊന്ന് കുക്കായി വന്നോന്ന് നോക്കാം. അപ്പോൾ ഇതിനെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു അരിപ്പിലേക്ക് അരിച്ച് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കപ്പലും മുളകിൻ്റെ ഒന്ന് ഇടിച്ചതാണ് കേട്ടോ. ഞാൻ വറുത്തൊന്ന് ഇടിച്ച് വെച്ചാണ്. അതും കൂടി ചതച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതൊരു നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ, നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച മത്തൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മത്തനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മത്തനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പരിപ്പും തേങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ മത്തനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഉപ്പേരിയാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് തയ്യാറാക്കി നോക്കുക. കിട്ടിക്കാച്ചി ഐറ്റമാണ് കേട്ടോ. ഇനി കുറച്ച് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. മത്തൻ അധികം വേവില്ലല്ലോ, അപ്പോൾ അത് കടിക്കുന്ന പോലെ കിട്ടണം കേട്ടോ. അതാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ കടലപ്പരിപ്പും ഇതും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു കോംബോ ആയിരിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം കേട്ടോ.